എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സോയയും കടലയും ഉപയോഗിച്ചുള്ള ഒരു റെസിപ്പിയാണ്. ഇത് കഞ്ഞിക്കും ചപ്പാത്തിക്കും ചോറിനും എല്ലാം ഒപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റി ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് കടല എടുത്തിട്ടുണ്ട്. അത് 8 മണിക്കൂർ കുതിർത്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി 1.5 ഗ്ലാസ് സോയയാണ് എടുക്കുന്നത്. ഈ കടല എടുത്ത അതേ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് സോയയാണ് എടുക്കുന്നത്. അതൊന്ന് വെള്ളത്തിലേക്ക് ഇടാം. അത് നോർമൽ വാട്ടറിലേക്കാണ് ഇട്ടിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ ഒന്ന് കുതിർന്ന് വരും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് ആ വെള്ളം പിഴിഞ്ഞ് മാറ്റാം. ഇനി ഇതിലേക്ക് നല്ല പോലെ തിളച്ച വെള്ളം നിറച്ചൊഴിച്ച് വയ്ക്കുക. വെള്ളം ഒഴിച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വീണ്ടും അടച്ച് വയ്ക്കുക. അപ്പോൾ നല്ല പോലെ കുതിർന്ന് അതിൻ്റെ കറയെല്ലാം പോയി കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ സോയയുടെ തീരെ സ്മെല്ലുണ്ടാവില്ല. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതും അതുപോലെ ഒന്ന് വെള്ളം ഊറ്റിയെടുക്കാം. ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് അതിൻ്റെ വെള്ളം നല്ലപോലെ കളഞ്ഞെടുക്കുക. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഒരെണ്ണം 4 പീസായിട്ടോ 2 പീസായിട്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. 4 പീസായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇത് അരിഞ്ഞതിന് ശേഷം ഒന്നും കൂടി അത് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ വെള്ളം തീരെ ഉണ്ടാവില്ല. ഇങ്ങനെ പിഴിയുമ്പോൾ തന്നെ അതിൽ ബാക്കിയുള്ള വെള്ളവും കൂടെ പോയി കിട്ടും. ഇതുപോലെ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് കുതിർത്ത് വെച്ച കടല ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഈ സോയ ഇട്ട് കൊടുക്കാവുന്നതാണ്. സോയയും കടലയോടൊപ്പം ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തു. ഇനി ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി. ഇത് പട്ട, കറാമ്പു, ഏലക്കായ, പെരുംജീരകം എല്ലാം കൂടി പൊടിച്ച പൊടിയാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കാവുന്നതാണ്. ഒരു വിസിൽ കേൾക്കുമ്പോൾ തന്നെ വാങ്ങാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 ടൊമാറ്റോ, 2 സവാള, 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി എന്നിവയാണ് എടുത്തിട്ടുള്ളത്. 1 കഷ്ണം തേങ്ങ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഇനി ഒന്ന് വറുത്തെടുക്കണം. ഇനി എടുത്തു വെച്ച സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ വെളുത്തുള്ളി എല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. സവാളയും അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഹെൽത്തി കറിയുടെ റെസിപ്പിയാണ്. സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ടൊമാറ്റോയും അതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഈ തേങ്ങാക്കൊത്ത് ആദ്യമായിട്ടൊന്ന് വറുത്തെടുക്കുക. നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് കടലക്കറിയുടെ ഇടയ്ക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. തേങ്ങ ഓരോന്ന് കടിക്കാൻ കിട്ടുമ്പോൾ കടലയും അതും കൂടി വളരെ ടേസ്റ്റായിരിക്കും. ഇനി ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് പെരുംജീരകവും കുറച്ച് ചെറു ജീരകവും കൂടി ഇട്ട് കൊടുക്കാം.
അതൊന്ന് മൂത്ത് വന്ന സമയത്ത് അരിഞ്ഞ് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും എല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഒക്കെ ഉള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി മതിയാകും, മല്ലിപ്പൊടി കൂടണ്ട. 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി നിറയെ ഇട്ടത് കാരണം ചുവന്ന മുളക് പൊടി കുറച്ചിട്ടാൽ മതിയാകും. ഞാൻ ടൊമാറ്റോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റുക. നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം വേവിച്ച് വെച്ച സോയയും കടലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അങ്ങനെ വയ്ക്കുക. ഈ സമയത്ത് തന്നെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടുപ്പത്തിടാൻ നല്ലപോലെ ഒന്ന് ആവി വരണം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടും. നല്ലപോലെ ആവി വന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അപ്പോൾ നല്ലപോലെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ചോറിനും ചപ്പാത്തിക്കും കഞ്ഞിക്കും എല്ലാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സോയ കഴിക്കാത്തവർക്ക് പോലും ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ മണമൊന്നും ഉണ്ടാകില്ല. വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.